ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ അതിവിശുദ്ധമായ നാമം ഇന്ന് പൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യപ്രകാരം പറയുന്നു, അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു. 9-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്, അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, ഹല്ലേലൂയ. അപ്പോൾ ഇയ്യോബ് പറയുന്ന ഉത്തരമാണ്, അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു. ദൈവത്തെക്കുറിച്ച് ഇയ്യോബ് ഇത് പറയുമ്പോൾ ഇയ്യോബിൻ്റെ അവസ്ഥ എല്ലാവരാലും ത്യജിക്കപ്പെട്ട് ദേഹം മുഴുവൻ വ്രണം പിടിച്ച് ദേഹം ചിരട്ട കൊണ്ട് ചിരണ്ടി ഹല്ലേലൂയ ഇരിക്കുന്നൊരു മനുഷ്യൻ്റെ അവസ്ഥ. 10 മക്കളുണ്ട്, മക്കൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു, ഭാര്യ ദൈവത്തെ ത്യജിച്ച് പറയാൻ പറയുന്നു, സുഹൃത്തുക്കൾ വന്നു വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായിട്ട് അവർ യോബിനോട് വാദിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ നമ്മളോട് ദൈവത്തിന് പറയാനുള്ളത്, ഇയ്യോബിൻ്റെ കണക്ക് അല്ലെങ്കിൽ ഇയ്യോബിനെ പോലെ നമുക്ക് ദൈവത്തെ ആഴത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവം ഇയ്യോബിന് ഇത്രയും കഷ്ടതകൾ കൊടുത്തിട്ടും, അല്ലെങ്കിൽ പിശാച് ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ഇയ്യോബിന് നീ അതിര് വച്ചിരിക്കുന്നതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അവനുള്ളതെല്ലാം നീ സൂക്ഷിക്കുന്നത് കൊണ്ടല്ലേ ഇയ്യോബ് നിന്നെ ഏറ്റവും ആരാധിക്കുന്നതും നിന്നെ മഹത്വപ്പെടുത്തുന്നതും, നീ അവനുള്ളതൊക്കെ ഒന്ന് തൊട്ട് നോക്കാൻ പറഞ്ഞ് ദൈവത്തോട് പിശാച് വാദിക്കുമ്പോൾ ദൈവം പിശാചിനോട് പറയുന്നുണ്ട്, നീ അവൻ്റെ ജീവനെ തൊടരുത്, വേറെ എന്ത് വേണോ നീ തൊട്ടോളാൻ. അങ്ങനെ പിശാച് സർവ്വതും, ഇയ്യോബിനുള്ള സർവ്വതും, ഈ ഭൂമിയിലുള്ള സകല നന്മയും പിശാച് നശിപ്പിച്ച് കളയുക. ആ നശിപ്പിച്ച് കളഞ്ഞപ്പോഴും നശിച്ചു പോയപ്പോഴും അതെല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ഇയ്യോബ് പറയുക, അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളെയും അനേകം എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്ന ദൈവമാണെന്ന്. ഹല്ലേലൂയ. ഇയ്യോബിൻ്റെ വെളിപ്പാട് കണ്ടോ? തനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും അതെല്ലാം തിരിച്ചു തരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇയ്യോബിന് വ്യക്തമായിട്ടറിയാം. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൽ അടിയുറച്ച് നിങ്ങൾ ആഴത്തിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം ദൈവം മടക്കി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. അവൻ്റെ കരങ്ങളിൽ അത്ഭുതങ്ങൾക്ക് കുറവില്ല. ഹല്ലേലൂയ. അവൻ്റെ വാക്ക് തന്നെ അത്ഭുതമാണ്. ഹല്ലേലൂയ. ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് അപ്രകാരം തന്നെ സംഭവിക്കും. സകലതും വാക്കാൽ ഉളവാക്കിയതാണ് ഈ ഭൂമിയിൽ ദൈവം. ഹല്ലേലൂയ. വാക്കുകൂടാതെ ദൈവം ഈ ഭൂമിയിൽ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ വിലപിച്ചു കൊണ്ടിരിക്കേണ്ട. നിങ്ങൾ ദൈവത്തെ ഒന്ന് മുറുകെ പിടിക്കാവോ? നിങ്ങൾ പ്രാർത്ഥനയിലേക്കൊന്ന് തിരിയാമോ? വചനത്തിലെ ഹല്ലേലൂയ അധിഷ്ഠിതമായി നിൽക്കാമോ? വചനത്തെ അനുസരിക്കാമോ? ദൈവത്തെ ഒന്ന് വിശ്വസിക്കാമോ? ദൈവം കഴിഞ്ഞ നാളുകൾ നിങ്ങൾക്ക് ചെയ്തത് നിങ്ങൾ ഹല്ലേലൂയ ദൈവത്തോടൊന്ന് പറഞ്ഞ് നന്ദി പറയാമോ? ഈ ദിവസം ദൈവപ്രവൃത്തി വെളിപ്പെടും.